അല്ല ധ്യാൻ എടുത്ത് ചോദിക്കട്ടെ, ധ്യാൻ ഇതിന്റെ ടീസർ കണ്ടപ്പോഴേ ആദ്യം തന്നെ ഇത് തോന്നിയത് ധ്യാൻ ശ്രീനിവാസൻ 2.0. ഇത് തോന്നുന്നു ഇത് എന്താ ധ്യാനെ വീണ്ടും കൊണ്ടിരി എന്താ എല്ലാരും കളിയാക്കണേ? പ്രതീക്ഷിച്ചു എല്ലാരും ഇത് തന്നെ. ഫസ്റ്റ് അത് തന്നെയല്ലേ വന്ന് നിക്കണേ, എങ്ങനെ ചോദിക്കാതിരിക്കും? ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? എന്തെങ്കിലും മാറ്റം ചേച്ചി കണ്ടോ? ഞാൻ മാറ്റം കണ്ടു. ആളൊരു ഡിറ്റക്റ്റീവ് ആയിട്ട് വന്ന് നിക്കല്ലേ. എന്താ നിങ്ങൾ അങ്ങനെ കളിയാക്കണേ? കളിയാക്കല്ല, ഒരു വ്യത്യാസം ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഫോട്ടോ. പറഞ്ഞത് പിന്നെയും പറയല്ലേ. അതെ, എന്താ വേറിട്ട് എന്തെങ്കിലും പറയും. എന്തെന്നാലും ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്തെങ്കിലും തോന്നിയോ? സത്യം പറയാലോ. പക്ഷെ എന്താണെന്നറിയാമോ, ഇങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ, ഇത് ചർച്ചയാവുമല്ലോ, ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മാറ്റമില്ല. അല്ല ധ്യാൻ ശ്രീനിവാസൻ രണ്ടിരട്ടിയായി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് 2.0 ഇട്ട് വെച്ചിരിക്കുന്നത്. ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ശരി, അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ധ്യാന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ, ധ്യാന് വേറെ കുറെ യൂട്യൂബ് ചാനലുകാർക്കൊക്കെ വിഷുക്കൈനീട്ടം കൊടുത്തു. അതും 15,000 രൂപ വിളിച്ചു കൊടുത്തു എന്നൊക്കെ കേട്ടു. എനിക്കറിയാം ധ്യാനിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ അതിലൊന്നും ഞങ്ങളുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾക്ക് ആർക്കും ധ്യാൻ വിഷുക്കൈനീട്ടം തന്നില്ലല്ലോ. അന്ന് വന്നവർക്കാണ് വിഷുക്കൈനീട്ടം, വീട്ടിലിരിക്കുന്നവർക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് വിഷുക്കൈനീട്ടം കൊടുക്കാൻ ഞാൻ എന്താ? നിങ്ങൾ കോടീശ്വരനല്ലേ? ചേച്ചി വീട്ടിലിരിക്കുമ്പോ ചേച്ചി അതൊരു ഗൂഗിൾ പേ തന്നാ പോരെ? വിഷുക്കൈനീട്ടം ചേച്ചി ദേ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ കേരളം മുഴുവൻ എല്ലാരും അങ്ങോട്ട് വീട്ടിൽ കൊടുക്കാൻ ഞാൻ ആരാ? നിങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനല്ലേ? അന്ന് അവിടെ അന്ന് കുറച്ച് 15 പേരുണ്ടോളം ഉണ്ടായിരുന്നു. ഓ, 15 പേർക്കും കിട്ടി. 15 പേര് അവര് ചോദിച്ചുകൂടാ, അവര് ചോദിച്ചു കഴിഞ്ഞു ചേട്ടാ കഴിഞ്ഞിട്ടല്ലേന്ന്. വിഷുവിടെ അന്ന് വിഷുവിന്റെ അന്ന് അവരത്രയും ബുദ്ധിമുട്ടി, കാരണം എല്ലാരും അസമ വീട്ടിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, സ്ഥിരം കുറച്ച് അധികം പേരുണ്ടാവും. പക്ഷെ ഈ 15 പേര് വന്നപ്പോ ഞാൻ ചോദിച്ചു എന്താ വേണ്ടെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു 500 രൂപ വെച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു 1000 രൂപ വെച്ച് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്ന എമൗണ്ടിന് ഡബിൾ ആണ് ധ്യാൻ കൊടുക്കുക. അപ്പൊ അടുത്ത വർഷത്തെ വിഷുവിന് ഞങ്ങൾ എവിടെയൊക്കെ പോയാലും ധ്യാന്റെ അടുത്ത്, നിങ്ങളും കേട്ടല്ലോ, നമ്മൾ എവിടേക്കാണ് ചോദിക്കുന്നതിന്റെ ഇരട്ടി. ഈ രാജ്യത്ത് ഞാൻ ഉണ്ടാവൂല, ചോദിക്കുന്നതിന്റെ ഡബിൾ ആയിരിക്കും കേട്ടോ ധ്യാൻ തരിക. അവിടെ നിന്നാണ് 2.0 മിക്കവാറും കേറിയിട്ടുണ്ടാവുക. അല്ല ശരിക്കും ആണല്ലേ? അല്ല ശരിക്കും ഈ ഡിജിറ്റൽ മീഡിയയിൽ ജ്വലിച്ച് നിൽക്കുന്ന ധ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിജിറ്റൽ മെഗാ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ളടത്ത് പോലെ ഡിജിറ്റൽ ഉജ്ജ്വലൻ അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കും കറക്റ്റ് ആയിട്ട് ആണ്. ശരി, നമുക്ക് മാത്രമേ ജ്വലിച്ച് നിൽക്കുന്നുള്ളൂ കുറച്ചു കാലമായി. അല്ല ഈ ഒരു സംഭവം നേരത്തെ വിനീതിന്റെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ വീട്ടിൽ കണ്ടുപിടിച്ച് ചെറിയതായിട്ടുള്ള ഡിറ്റക്റ്റീവ്, അത് എല്ലാ ബോയ്സിനും ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സിബ്ലിങ്സിന്റെ കള്ളത്തരങ്ങൾ, പ്രത്യേകിച്ചും ചേട്ടന്മാർ ഷൈൻ ചെയ്ത് നിൽക്കുമ്പോൾ അവരുടെ പുറകെ പോയിട്ട് അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക. വീട്ടിലിപ്പം ഇതാണ് വിനീതും അല്ലെങ്കിൽ ശ്രീചേട്ടനും ഇത് തമ്മിലുള്ള എന്തെങ്കിലും ഒക്കെ ഇതുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അവരെന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഒരു സമയത്ത്. അതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏക ഒരു സംഭവം. അവര് 3 പേരും കൂടെ കണ്ടുപിടിച്ചു. ബുക്കിന്റെ കഥയില്ലേ മോനേട്ടൻ പറഞ്ഞത്, ഒരു ബുക്സ് മറ്റേ എന്താ പറയുക അടിക്കടിക്ക് വെച്ചിട്ട് അവസാനം ബുക്സ് എല്ലാം കൂടി കൊണ്ടിട്ട് കത്തിച്ചു എന്ന് പറഞ്ഞൊരു പരിപാടി. അതൊക്കെ പണ്ട്. ഇത് ഇപ്പൊ നമ്മുടെ കള്ളത്തരൊക്കെ കള്ളന്മാരല്ലാത്തോണ്ട് കണ്ടുപിടിക്കും പെട്ടെന്ന്. കടിച്ച കള്ളന്മാരാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാത്തത് അല്ലെ? അത് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ലേ റോണി? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരുടെങ്കിലൊക്കെ കള്ളത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓർക്കണം തന്നെ കുറെ വർഷം മുന്നേ പോണം. പോയത് എനിക്കൊക്കെ പെട്ടെന്ന് ഓർക്കാം ചെറുപ്പൊക്കെ. 22 കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്ന് പറയുമ്പോ ചെറുപ്പം അത് ഓർക്കണം അല്ലേ പാടാ. സിജുനുണ്ടോ അങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ്? ഇല്ല, ആരുടെ പുറകെ ഒന്നും അന്വേഷിച്ചൊന്നും പോയിട്ടില്ല. ഇല്ല, നമ്മളന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോ നമ്മുടെ ലവറിന്റെ ഒക്കെ
ഫോൺ നമ്പർ അങ്ങനത്തെ പരിപാടികളൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. അങ്ങനത്തെ കാർ നമ്പർ അതൊക്കെയാണ് കേട്ടിട്ടുള്ളൂ, അല്ലാതൊന്നും ഇല്ല. അവന്റെ ഫോൺ നമ്പർ, എവിടെ താമസിക്കുന്നു, ബസ്സിൽ കയറി പോകുന്നു, എത്ര മണിക്കത്തെ ബസ്സിൽ കയറുന്നു, എവിടെ ചെന്നിറങ്ങുന്നു, ട്യൂഷൻ എവിടെയൊക്കെയാണ്. അതിപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, ഫോണിലെല്ലാം ഉണ്ടല്ലോ. ഇൻസ്റ്റയില് തപ്പണല്ലേ, അന്വേഷിക്കും. പെട്ടു മോനെ. എല്ലാ ഈ പറഞ്ഞ അന്വേഷണമൊക്കെ എല്ലാ കാലവും മനുഷ്യന്മാര് ഉണ്ടാവും. അങ്ങനെയാണ് ഞാനിപ്പോ അവസാനം അന്വേഷിച്ച ആരുടെ ആയിരിക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക്, വാട്സാപ്പ്. അതെ, ഫേസ്ബുക്ക് വാട്സാപ്പ് ഉണ്ടാവല്ലോ. ഇല്ല, വാട്സാപ്പ് ഉണ്ടല്ലോ. വാട്സാപ്പിൽ അന്വേഷിക്കാനൊന്നും പറ്റൂലല്ലോ. ഇൻസ്റ്റാഗ്രാം നമുക്ക് തപ്പ കണ്ടുപിടിക്കാം. ട്രൂകോളറിലൊക്കെ കണ്ടുപിടിച്ച് വളക്കേണ്ട ഒരവസ്ഥ. എന്റെ ദൈവമേ. ഓക്കെ, കുഡാസ് മീഡിയ, നിങ്ങൾ 4 പേരാണ് എപ്പോഴും ഉള്ളത്. പക്ഷെ ഇന്നിപ്പോ നിങ്ങളിൽ ഒരാളില്ല, 3 പേരാണുള്ളത്. ഒരാളിന്നില്ല, അകാലത്തിൽ പൊലിഞ്ഞു പോയോ, പുറത്തിരിപ്പുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് കൂടെ കൂട്ടിയില്ല? പനിഷ്മെന്റ് ഇത്ര കസര ഇട്ടുള്ളൂ, അതുകൊണ്ട് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവനെ പുറത്തിരുത്തിട്ട് നിങ്ങൾ ആദ്യം കയറിയിരുന്നോ? ഞാൻ കയറിയുണ്ട്, റോഡിയാണ് വില്ലൻ. ഞാൻ കയറിയുണ്ട്, വേറെ മാർഗമില്ല. മോനെ നീ കുറച്ച് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. ഡിജിറ്റൽ അധികം മിണ്ടില്ല. ആണോ? ചെറിയ ഊമേന്നൊക്കെ. ആവേശത്തിന്റെ സമയത്ത് അതിനകത്തെ 3 കുട്ടികൾ ആദ്യമായിട്ട് സെറ്റിൽ വന്നപ്പോ അന്ന് ഫഹദ് ഭയങ്കര തമാശയോടെയായിരുന്നു പറഞ്ഞത്. ആ 3 കുട്ടികളെ വന്നിട്ട് എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, ഭയങ്കര ജാടി അടിച്ചു നിന്നു, അവരെന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ ഭയങ്കരതായിട്ട് പറഞ്ഞു. നിങ്ങൾ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ, നിങ്ങൾ ഇവരെ സീനിയർ ആക്ടേഴ്സിനെ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്തു? അവരെങ്ങനെയാ ധ്യാനിന് മിസ്ബിഹേവ് ചെയ്തത്? ധ്യാന് അതെന്താടാ, നന്നായിട്ട് ഡീൽ ചെയ്യുള്ളൂ. നൈസ് ഡീലിംഗ്. എങ്ങനെയാ നിങ്ങൾ? അല്ല ധ്യാന, നിങ്ങളൊക്കെ നോക്ക്, നിങ്ങളെ 3 പേരും ഒരു സീനിയർ ആക്ടേഴ്സ് ആണ്. ഇവരിപ്പോ കണ്ടോ, പിള്ളേര് കണ്ടോ, സിനിമയിലല്ലോ ഇപ്പൊ, ഡിജിറ്റൽ യുഗമല്ലേ. അതെ, നമ്മള് യൂട്യൂബ്, ഇത് ഇൻസ്റ്റാഗ്രാം. നമ്മളെ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറയുന്നത് നമ്മള് അല്ലേ, അത് വേറെ വേറെ യൂണിവേഴ്സ് ആണ്. ഇവരെ യൂണിവേഴ്സിൽ ഇവര് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇപ്പൊ എന്താ പറയുക, നമ്മള് സിനിമ ഇപ്പൊ സത്യം പറഞ്ഞ സിനിമ, യൂട്യൂബ്, ഇൻസ്റ്റ, ഇങ്ങനെയാണ്. പണ്ട് നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ സിനിമ ഏറ്റവും താഴെ, സിനിമക്കാരെന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല. അപ്പൊ ഇവര് ഇങ്ങനെ ഇരുന്ന് ഇവര് താഴോട്ടിറങ്ങി ഞങ്ങളുടെ കൂടെയൊക്കെ സിനിമ ചെയ്തല്ലോ.